ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി മെഡിസിനൽ പ്ലാന്റിനെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയണത്. നമ്മുടെ വീടുകളിലൊക്കെ പെട്ടെന്ന് പിടിപ്പിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ പൂക്കളുടെ ഭംഗി കൊണ്ട് നമുക്ക് മെയിൻ ഗാർഡനിലും നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുള്ള പർപ്പിൾ ഫ്ലവേഴ്സ് കാരണം അത് ഒരു സ്റ്റെമ്മിന്ന് ഒരുപാട് ബ്രാഞ്ചസ് വരികയും ചെയ്യും. ഓരോ ബ്രാഞ്ചിലും നിറച്ച് ബഡ്സും ഫ്ലവേഴ്സും വരികയും ചെയ്യും. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു ഗാർഡനിൽ നല്ലൊരു പ്ലാന്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും ഈ മെഡിസിനൽ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ വേരൊഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ഈ പ്ലാന്റിൻ്റെ പേര് കേശവർദ്ധിനി എന്നാണ് കേട്ടോ. നമ്മളെ മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ തിക്നെസ് കൂടാൻ, അതുപോലെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട്, താരൻ്റെ ശല്യം മാറാൻ, പേൻ ശല്യം മാറാനൊക്കെ ഈ പ്ലാന്റിനെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എണ്ണ കാച്ചാൻ എടുത്തിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ എണ്ണ കാച്ചുന്നത്. അപ്പോൾ നമ്മൾ ഈ കേശവർദ്ധിനിയുടെ ലീഫും വേരൊഴികെയുള്ള ഭാഗങ്ങളും, അതുപോലെ മൈലാഞ്ചി, കയ്യുണ്ണി, കറ്റാർവാഴ അങ്ങനെയുള്ള ഇലകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എണ്ണ കാച്ചി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്ന എണ്ണയാണ് കേട്ടോ. ഞാനിവിടെ ഒരു കിലോയൊക്കെ എണ്ണ കാച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 4 മാസത്തോളമൊക്കെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ടാകും. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ കാച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് കുഴിച്ചിലുണ്ടാകും, നല്ല ഹെയർ ഫോൾ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ കുഴിച്ചിലേക്ക് നിന്നിട്ടുണ്ട്, കംപ്ലീറ്റ് മാറിയെന്നല്ല, നല്ല കുറവുണ്ട്. പിന്നെ ചെറുതായിട്ട് മുടികളൊക്കെ വരുന്നുണ്ട്, അത്യാവശ്യം ഇത്തിരി തിക്നെസ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിൻ തന്നെയാണ് ഒരു മെഡിസിനൽ പ്ലാന്റ്. ഈ മെഡിസിനൽ പ്ലാന്റ് നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇപ്പോഴും നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിന് എടുത്ത് എണ്ണ കാച്ചുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റും അതുപോലെ നമുക്ക് എണ്ണ കാച്ചാൻ നമുക്ക് വേണ്ട മെഡിസിൻസ്, തുളസി, പിന്നെ പനിക്കൂർക്ക, അങ്ങനെ എല്ലാ മെഡിസിനൽ പ്ലാന്റ്സും നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. ഈ പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതിൻ്റെ സീഡ് വഴിയും അതല്ലെങ്കിൽ സ്റ്റെം കട്ടിങ്സ് വഴിയൊക്കെ നമുക്ക് പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റെം കട്ടിങ്സ് ആണ് ഏറ്റവും സ്പീഡിൽ പിടിച്ച് കിട്ടണത്. സീഡ് ജെർമിനേറ്റ് ചെയ്തെടുത്ത് പ്ലാന്റൊക്കെ ആകാൻ ഇത്തിരി ടൈം എടുക്കുമെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നത് സ്റ്റെം കട്ടിങ്സ് തന്നെയാണ് കേട്ടോ. ചെറിയൊരു ഷെയ്ഡിൽ പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഷെയ്ഡിലാണ് ഈ പ്ലാന്റ് കുറച്ച് കൂടുതൽ നന്നായിട്ട് വളരുന്നത്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം. വീഡിയോ ഫുള്ള് കണ്ടിട്ട് കമൻസിലൂടെയൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.